അപ്പൊ ഇവള് അവിടുത്തെ കമ്പി പിടിച്ച് നിന്നു. അപ്പൊ ഞാനുണ്ടല്ലോ അവിടുന്ന് സൈലന്റ് ബ്രേക്ക് ഇട്ടപ്പോ ഞാൻ ഇവളുടെ മേത്തോട്ട് വന്ന് വീണു. അപ്പൊ എന്നെ അവിടുന്ന് ചേച്ചി എടുത്ത് പിടിച്ചു. ചേച്ചി വീഴാൻ വേണ്ടി പോയി, ഞാനും വീഴാൻ എല്ലാരും ബസ്സിൽ കുനിയുമ്പോ സൈലന്റ് ബ്രേക്ക് ഇട്ടപ്പോ ആ ചേച്ചി എന്നെ പിടിച്ചു നിർത്തി. ആ ചേച്ചി എന്നെ പിടിച്ച് വീഴുന്ന കൂട്ടത്തിൽ എന്നെയും പിടിച്ചു വലിച്ച് ഞാനാണ് ഇവളുടെ മേത്തേക്ക് വീഴുന്ന പോലെ പോയി. അതിനാണ് അത്ര നീ പറണ്. ബസ് എടുത്തേ ചേലോട് കഴിഞ്ഞു. ചേലോട് മറ്റേ വളവില്ലേ, ആക്സിഡന്റ് നടന്നില്ലേ ഞങ്ങളവിടെ, ആ മറ്റേ സിപ്പ് ലൈനിന്റെ അവിടെ എത്തിയില്ല, അതിന് മുമ്പത്തെ വളവെത്തി. ആ മറ്റേ അങ്ങോട്ടൊക്കെ ഒരു വഴിയില്ല. സ്ഥലമുള്ളൂ ആ വീണെടുത്ത ബസ് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അതാണ് ആംബുലൻസ് അടുത്തെത്തിയപ്പോൾ ആ അങ്ങളെന്നെ സൗണ്ട് കേട്ടിട്ട് ആങ്ങള് ഞങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ മറ്റേ കടീന്റെ കണക്കും പറഞ്ഞ് നടക്കുവായിരുന്നു. കടീന്റെ ഇന്ന് ഞാൻ രാവിലെ കട്ട്ലേറ്റ് കഴിച്ച് അല്ല കണ്ടക്ടർ കണക്ക് കൂട്ടാൻ വേണ്ടി പറഞ്ഞു നടക്കും. ഈ അങ്കിൾ ഇങ്ങനെ കണക്ക് പറഞ്ഞു കൊടുക്കാം. പെട്ടെന്നുണ്ട് ആംബുലൻസ് വന്നു. അപ്പത്തേക്ക് ഇവിടെ നിറയെ വണ്ടിയുണ്ട്. ഞങ്ങളുടെ അവിടെ പാത്ത് ഫ്രീയാ. ഇവര് മാത്രം വണ്ടി നല്ല തിക്കി വരുന്നുണ്ട്. 2 ആംബുലൻസ് പോകുന്നുണ്ട്. പക്ഷെ ഫസ്റ്റത്തെ ആംബുലൻസിന് വഴി മാറി കൊടുത്ത് അത് പോയിട്ട് ഈ ബസ് ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും അടുത്ത ആംബുലൻസ് വന്നു. അടുത്ത ആംബുലൻസ് വന്നപ്പോഴത്തേക്ക് ഒറ്റ ബ്രേക്ക് വെച്ച് വിടും. അത് തന്നെ അവര് ബ്രേക്ക് കിട്ടുന്നറിയാവോ? അത്ര എമർജൻസിയിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരായാലും വീഴോ? നമ്മളല്ലല്ലോ വീഴണ്ടേ. ആംബുലൻസിൽ ആൾക്കാർ ഇങ്ങനെ ഞാൻ ആംബുലൻസ് എന്റെ മോള് എപ്പോഴും അല്ലേലും തന്നെ വീഴും, വെറുതെ വീഴും. പിന്നെ ഇതിലൊന്നും വീഴൂലേ? ഞാൻ പറഞ്ഞ ട്രേസ് ഇങ്ങോട്ട് നീങ്ങുവാണ്, നമുക്ക് ഇവിടെ വെള്ളം കിടക്കുവായിരുന്നു. പിടിക്കാനൊന്നുമില്ല. നിന്റെ ഉടുപ്പിട്ടൊന്ന് തുടച്ചു കൊടുത്തുകൂടായിരുന്നോ? എന്നിട്ട് അവളിങ്ങനെ പോകുന്നേക്ക് അപ്പൊ ഞാനിവിടെ കമ്പി ഉള്ളത് കൊണ്ടല്ലേ നീ അല്ലേ അവളെ പിടിക്കേണ്ട ഉത്തരവാദിത്തം. നിന്നോട് ഞാൻ പറഞ്ഞു ട്രേസിനെ സൂക്ഷിച്ചു കൊണ്ടുവന്നു. വീഴാൻ പോകുമ്പോഴത്തേലും അങ്ങനെ തന്നെ ഉണ്ടാകും. ആ കോമഡിയൊക്കെ പോയി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഇടാ ഗുഡ് നൈറ്റ്. ബുൾ കുട്ടി ഗുഡ് നൈറ്റ്. ഡാ ബുൾ ബുൾ ബുൾ. എന്നിട്ട് കണ്ടക്ടർ പറഞ്ഞു നിങ്ങളുണ്ടല്ലോ ഞങ്ങൾ സേഫ് ആയിട്ട് ഫസ്റ്റ് എന്താ നിങ്ങളൊന്നും ഞങ്ങളവിടെ എത്തിച്ചോളാം. ഇനി പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫസ്റ്റ് പോകത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകത്തുള്ളൂ. അവിടെ പേടിക്കാൻ തുടങ്ങാണ്ട് നിങ്ങൾ സേഫ് ആയിട്ട് എത്തിക്കാൻ പറഞ്ഞു. ബുള്ളുകുട്ടി ഗുഡ് നൈറ്റ് പറഞ്ഞ് കുറെ നേരമായി. പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെന്നെ നോക്കി ചിരിക്കുക. എടാ ഗുഡ് നൈറ്റ് റാ ബുള്ള്. ബൈ. ചേച്ചി ബൈ.